അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്ലാമിലെ സ്ത്രീ എന്നും ഒരു വിവാദ നായികയാണ്. അവർ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു എന്നല്ല, അവരെ മുൻനിർത്തി ഒരുപാട് ആളുകൾ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് യഥാർത്ഥം. ഇസ്ലാമിലെ ഒരു വിധി പറയുന്ന സന്ദർഭത്തിൽ സ്ത്രീ സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ ആ പേര് പറഞ്ഞുകൊണ്ട് പലരും ഇസ്ലാമിൻ്റെ പിന്നാലെ വണ്ടിയെടുത്തു വരുന്ന വലിയൊരു വിഷയം നാം എല്ലാ കാലത്തും കാണുന്നതാണ്. കേരളത്തിൽ ഇന്ന് വളരെ വലിയ രീതിയിൽ തന്നെ അത് ഇന്ന് നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം സ്ത്രീയും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമ്മൾക്ക് എത്തിച്ചേർന്ന പാനലിസ്റ്റുകളായിട്ടുള്ള സുഹൈൽ ഉസ്താദ്, യൂനുസ് ഉസ്താദ്, സയ്യിദ് ഉസ്താദ് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ പണ്ട് കാലങ്ങളിൽ മുലച്ചിപ്പറമ്പ് എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ ഒരു വീടിൻ്റെ പേരാണ് മുലച്ചിപ്പറമ്പ് എന്നുള്ളത്. തീർത്തും പണ്ടുകാലങ്ങളിലുള്ള ജാതി വ്യവസ്ഥയുടെ ഭാഗമായി, സവർണ ജാതി വ്യവസ്ഥയുടെ ഭാഗമായി സ്ത്രീകൾക്ക് മുലക്കരം വേണം എന്ന ഒരു പുരുഷാധിപത്യമുള്ള നിയമം പുരുഷാധിപത്യമുള്ള ആ കേരളത്തിൽ ഒരു നിയമം കൊണ്ടുവരാൻ തുടങ്ങുന്നു. ആ സന്ദർഭത്തിൽ ഉദ്യോഗസ്ഥർ പോയിക്കൊണ്ട് ഒരു വീട്ടിൽ ഒരു സ്ത്രീയെ നിരന്തരമായി ഈ മുലക്കരത്തിൻ്റെ പേരിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സ്ത്രീ തൻ്റെ ഒരു കത്തി എടുത്തുകൊണ്ട് തൻ്റെ മാറു മുറിച്ചു കൊടുക്കുകയാണ്. നങ്ങേലി എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ഇനിയെങ്കിലും എന്നെ ഈ മുലക്കരത്തിൽ നിന്നും ഒന്ന് മോചിപ്പിച്ചു തരൂ എന്നായിരുന്നു ആ സ്ത്രീയുടെ വാദം. അത്രത്തോളം പുരുഷാധിപത്യ ഐഡിയോളജിയുമായി ജീവിച്ചു പോന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഇസ്ലാമിനെ എല്ലാവരും വിമർശിക്കുന്നത്. തീർത്തും ഇസ്ലാമിലെ സ്ത്രീയെ ഒരു കമ്പോള ചരക്കാക്കി വെക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും മാനദണ്ഡം. അതിനുവേണ്ടി അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ വേണ്ടി അവരെ നിരന്തരം അവരുടെ പിന്നിൽ നിന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇത് എത്രത്തോളം പ്രായോഗികമായിട്ടുണ്ട് എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ ഈ അടുത്ത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. ഒരു ന്യൂസ് ചാനലിൻ്റെ ഡിബേറ്റിൽ ആ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് തട്ടമിടാൻ താല്പര്യമൊന്നുമില്ല, പക്ഷേ വാപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി തട്ടമിടുന്നതാണ്, അല്ലെങ്കിൽ വീട്ടിൽ കയറണ്ട എന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇന്നത്തെ ആധുനിക സ്ത്രീകൾ ഇസ്ലാമിനെ എങ്ങനെയൊക്കെയാണ് നോക്കി കാണുന്നത്? പലരും പറയുന്നുണ്ട്, പണ്ടുള്ള അതേ നിയമവ്യവസ്ഥകളിലൂടെയാണ് ഇന്നും ഇസ്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് ഒരു അപ്ഡേറ്റ്സും ഇസ്ലാമിൽ കൊണ്ടുവന്നിട്ടില്ല എന്നും അത് കൊണ്ടുവരാൻ ആരും അനുവദിക്കില്ല എന്നുമാണ് മറ്റൊരു പെൺകുട്ടി പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു
ഇസ്ലാം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ നിയമവശങ്ങളും മറ്റുമൊക്കെ എങ്ങനെയാണെന്ന് കൃത്യമായിട്ടുള്ള ഒരു മദ്രസ പഠനം അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കേണ്ട രക്ഷിതാക്കൾ ചെയ്തിട്ടില്ല എന്നതിനൊക്കെ ഒരു തെളിവ് തന്നെയാണ് നാം ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചാനൽ ചർച്ചയിൽ ആ വിഷയാവതരണം നടത്തുന്ന റിപ്പോർട്ടർമാർ അവർ കുത്തി പിന്നെയും അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി പറയുന്നത് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് മാത്രമാണ് എല്ലാം അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് എന്ന്. ഉദാഹരണത്തിന് തട്ടമിടാൻ പെൺകുട്ടികളെ മാത്രം നിർബന്ധിക്കുന്നു. എന്തുകൊണ്ട് ആൺകുട്ടികളോട് പള്ളിയിൽ പോകാൻ ആരും നിർബന്ധിക്കുന്നില്ല എന്ന്. ഇത് രണ്ടും വെവ്വേറെ നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, തട്ടമിടേണ്ടത് ഇസ്ലാമിൽ നിർബന്ധമായ ഒരു കാര്യമാണ്. എന്നാൽ പള്ളിയിൽ പോകേണ്ടത് നിർബന്ധമായ ഒരു കാര്യമല്ല. ഇതുപോലും അറിയാതെയാണ് ഇന്ന് നമ്മുടെ മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഊതിപ്പെരുപ്പിച്ച് അവരെ വീണ്ടും തെറ്റിദ്ധാരയിൽ നിന്നും പിന്നെയും തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുപോകാനാണ് ഇന്നൊരു കൂട്ടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. നമുക്ക് ഇപ്പോൾ ഇവിടെ വ്യത്യസ്തമായ സ്ത്രീകളുടെ നിലപാടുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു മുട്ടായി അതിൻ്റെ കടലാസില്ലാതെ അതവിടെ വെച്ചാൽ അത് ഉറുമ്പ് വന്ന് അതിനെ ഇങ്ങനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ മുട്ടായിക്കൊരു തോട് കൊടുത്ത് അതിനൊരു കവറ് കൊടുത്തുകൊണ്ട് ആ മുട്ടായി അവിടെ വെക്കുമ്പോൾ അതിലേക്ക് ഉറുമ്പ് വല്ലാതെ ആകർഷിക്കുകയില്ല. ഇത് സൗന്ദര്യം പ്രദർശനത്തിന് വേണ്ടി സ്ത്രീകളെ തയ്യാറാക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു ഉപമയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് സ്ത്രീ എന്നുള്ളൊരു കമ്പോള ചരക്കാക്കിയിട്ട് അതിനെ മാറ്റുക എന്നുള്ളൊരു വലിയ ഉദ്ദേശത്തിലാണിന്ന് എല്ലാ കുത്തകകളും സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ഇസ്ലാം എപ്പോഴും നിഷേധിച്ചിട്ടുള്ളൂ. ആ ഇസ്ലാമിനെ 2019 കാലഘട്ടത്തിലാണല്ലോ ഫെമിനിസം എന്ന ചർച്ച ഫ്രാൻസിൽ ആദ്യമായിട്ട് വന്നത്. ആ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി ആ കാലഘട്ടത്തിന് മുമ്പും ഇസ്ലാമിനെ സ്ത്രീകളുടെ ഒരു വിമർശനമായിട്ട് ഇസ്ലാമിനെ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് വിമർശകരുടെ പ്രധാന ദൗത്യം. കാരണം അവർക്ക് ഇപ്പോൾ ഒരു കടയിലായാൽ അവിടെ സെയിൽസ്മാനായി വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീകളെ ആകർഷിച്ച് കസ്റ്റമർ ആ കടയിലേക്ക് വരണം എന്നൊരു വലിയൊരു ചിന്തയാണ് ഈ കമ്പോളത്തിന് പിന്നിലുള്ളത്. അങ്ങനെ നിരന്തരം ഇസ്ലാമും സ്ത്രീയും രണ്ടാക്കി കണ്ടുകൊണ്ട് ഇസ്ലാമിൽ അള്ളാഹു സൃഷ്ടിച്ച മതമാണ് ഇസ്ലാം. അങ്ങനെ ഒരു ദൈവം സൃഷ്ടിച്ച മതത്തിൽ ഒരു പുരുഷാധിപത്യം എങ്ങനെ സാധ്യമാകും എന്നുള്ള വലിയൊരു ചർച്ചയാണ്. അപ്പോൾ ഇസ്ലാമിൽ എങ്ങനെയാണ് സ്ത്രീയെ വിഭാവനം ചെയ്തിട്ടുള്ളത്? ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുകയാണ്. കാലങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിമർശനമാണ്. ഇതിൽ വല്ല കഴമ്പുമുണ്ടോ? ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുകയാണോ അതോ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണോ? നമുക്ക് ഇതിനൊരു പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. പഠനത്തിൻ്റെ ആദ്യ ഭാഗമെന്നോണം നിങ്ങളെല്ലാവരെയും എൻ്റെ വീട്ടിലെ അടുക്കളയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. പാചകം ചെയ്യാൻ വേണ്ടി എൻ്റെ അടുക്കളയിലേക്ക് ഞാൻ പോയപ്പോൾ സുപരിചിതമായ 2 പച്ചക്കറികളിലേക്കാണ് എൻ്റെ കണ്ണ് എത്തിപ്പെട്ടത്. ഒന്ന് തക്കാളി, ഒന്ന് കൈപ്പക്ക. കൈപ്പക്കയെ കണ്ട ഉടനെ എൻ്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞു. അത് എന്താണെന്ന് വെച്ചാൽ, കാലങ്ങളായി മനുഷ്യർ ഇതിനെ കയ്പ്പ് രുചി ഉണ്ടാക്കാനുള്ള കൂട്ടാനായിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തീരുമാനമെടുക്കുകയാണ്. കൈപ്പക്ക കൊണ്ട് തക്കാളി രുചിയുള്ള കൂട്ടാനുണ്ടാക്കാം. എത്രത്തോളം മണ്ടത്തരമായിരിക്കും അത്? നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇതിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഉദ്ദേശം സർവാംഗീകൃതമായ ഒരു തത്വത്തിലേക്കാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്വഭാവ പ്രകൃതം ഒന്നാണ്. തീർത്തും എല്ലാവർക്കും അറിയാം അത് വ്യത്യസ്തമാണെന്ന്. വീണ്ടും എൻ്റെ വീട്ടിലെ അടുക്കളയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്.
വീട്ടിൽ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങി. ഫ്രിഡ്ജ് തുറന്നപ്പോൾ എൻ്റെ കണ്ണിലൊരു കുറിപ്പ് ശ്രദ്ധിച്ചു. ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 30 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള സാധനങ്ങൾ അതിൽ കയറ്റരുത് എന്ന്. ഞാൻ തീരുമാനിക്കുന്നു, അതെന്താ കയറ്റിയാൽ? അപ്പോൾ ഇത് തീരെ നിലവാരമില്ലാത്തൊരു സംസാരമായിട്ടാണ് നമ്മുടെ ഇടയിലൊക്കെ അത് കാണാൻ സാധിക്കുക. അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെയും ആ നിർമ്മാതാവിന് മാത്രമാണ് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം സ്ത്രീയും പുരുഷനുമാണ്. സ്ത്രീയാണ്. സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്വഭാവ പ്രകൃതം ഒന്നാണ്. ആ സ്വഭാവ പ്രകൃതം ഒന്നാണോ എന്ന ചോദ്യത്തിന് അതിൻ്റെ നിർമ്മാതാവ് ഉത്തരം പറയുന്നു, അൽ ദക്കറു കൽ ഉൻസ. സ്ത്രീയും പുരുഷനും ഒന്നല്ല, അവരുടെ സ്വഭാവ പ്രകൃതം ഒന്നല്ല. അത് ശാസ്ത്രം തന്നെ അംഗീകരിക്കുന്നുണ്ട്. ശാസ്ത്രം 1400 വർഷങ്ങൾക്ക് മുമ്പേ ഖുർആൻ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശാസ്ത്രം ഇപ്പോൾ അതേ ആശയത്തിൽ പറയുന്നു, സ്ത്രീയുടെ അവയവങ്ങളും അവരുടെ ഭാരവും അതിൻ്റെ ഉയരവും ഒക്കെ ചെറുതാണ്, പുരുഷനെ സംബന്ധിച്ച് ചെറുതാണെന്ന് പറയുന്നു. നമ്മൾ കായികമേള ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, സ്ത്രീകൾക്ക് വേറെ ട്രാക്കായിരിക്കും, പുരുഷന്മാർക്ക് വേറെ ട്രാക്കായിരിക്കും. അപ്പോൾ ലോകം അംഗീകരിക്കുന്നുണ്ട് സ്ത്രീയും പുരുഷനും തുല്യമല്ല എന്നുള്ള ബോധം. സ്ത്രീ സമത്വം എന്ന മുറവിളി കൂട്ടുന്ന ആളുകളോട് പറയാനുള്ളത്, അത് വലിയ ശാപത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. പക്ഷേ ഇസ്ലാമിൽ ഒരു കാര്യം സ്ത്രീക്ക് പറയുന്നുണ്ട്, സ്ത്രീ നീതി എന്ന് പറയുന്നത്. സ്ത്രീ നീതി കൽപ്പിച്ച മതങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മതം എന്ന് പറയുന്നത് അത് ഇസ്ലാം തന്നെയാണ്. അപ്പോൾ സ്ത്രീ സമത്വം ഒരിക്കലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പറ്റാത്ത ഒന്നാണ്. അത് വലിയ നാശത്തിലേക്കാണ്, വലിയ അപകടത്തിലേക്കാണ് അത് കൊണ്ടെത്തിക്കുക എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. ഇപ്പോൾ എല്ലാവരും സ്ത്രീയും പുരുഷനും തമ്മിൽ സമത്വം വേണമെന്ന് മുറകൾ കൂട്ടുന്നൊരു സമയമാണല്ലോ. എന്നാൽ സ്ത്രീയും തന്നെ, രണ്ട് സ്ത്രീകൾ തമ്മിൽ ഒരേപോലെ സമത്വം കിട്ടുമോ എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം ഓരോരുത്തർക്കും ഓരോരോ ശരീര കാഴ്ചപ്പാടുകളാണ് ഉണ്ടാവുക, ഓരോ ഐഡിയോളജി, ഒരേ ബുദ്ധി വേണം എന്ന് പറഞ്ഞാൽ സ്ത്രീയും തന്നെ സമത്വം ലഭിക്കാത്തൊരു സമയമാണ്. അപ്പോൾ സ്ത്രീയും പുരുഷനും സമത്വം വേണമെന്ന് വാദിക്കുന്നവർ വെറും മണ്ടത്തരങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ യൂനുസ് ഉസ്താദ് വിശദീകരിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഇസ്ലാമിനെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കുകയും അവരെ ഒരു കമ്പോള പറ്റുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിൽ ഓർക്കൊരു അവകാശങ്ങളുമില്ല. ഇസ്ലാം വെറും സ്ത്രീ സമത്വത്തിന് വിരോധമായിട്ടുള്ള മതമാണ്, അല്ലെങ്കിൽ സ്ത്രീക്കൊരു അവകാശവും കൊടുക്കുന്നില്ല എന്നുള്ള വലിയ കിംവദന്തികളൊക്കെ പറഞ്ഞ് പരക്കുന്നുണ്ട്. ഈ നമ്മുടെ കേരളത്തിലായാലും മറ്റ് വേറെ ഏത് സ്ഥലങ്ങളിലായാലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, അവരുടെ അവകാശങ്ങളൊക്കെ ഇസ്ലാം ലംഘിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിദ്യാഭ്യാസത്തിന് അവകാശമില്ല, തൊഴിലിന് അവകാശമില്ല. പക്ഷേ ഇതൊക്കെ ഇസ്ലാം പറയുമ്പോഴും കൃത്യമായിട്ട് ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് അവർക്ക് സ്ത്രീകൾക്ക് എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാമിക ആളുകൾ, നമ്മളടക്കമുള്ള എല്ലാവരും വാദിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഇതിനെ വിലയിരുത്താനാണ് താങ്കൾ ശ്രമിക്കുന്നത്? അതെ, തീർത്തും തെറ്റായ ഒരു വാദമാണ് സ്ത്രീക്ക് ഇസ്ലാമിൽ അവകാശങ്ങളില്ല എന്നുള്ളത്. ഇസ്ലാം അവിടുന്ന് പറയുന്നുണ്ട്, ഇസ്ലാം പ്രത്യേകമായി തന്നെ സ്ത്രീകൾക്ക് അവകാശങ്ങൾ അവിടുന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി പറയാവുന്ന അവകാശം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ അതൊരു പെൺകുഞ്ഞാണെങ്കിൽ അതിനെ കുഴിച്ചു മൂടാൻ വേണ്ടി ഒരു കുഴി തയ്യാറാക്കിയിരുന്ന ഒരു 6-ാം നൂറ്റാണ്ടിൽ ജനതയുണ്ടായിരുന്നു. ഇത് അവർക്ക് മാത്രം ബാധകമായതല്ല. ഇന്ന് ഗൂഗിൾ വിക്കിപീഡിയയിൽ നമ്മൾ പരിശോധിച്ചാലും ഓരോ ദിവസവും ഓരോ ഭ്രൂണഹത്യ നടക്കുന്നുണ്ട്. അവിടെയാണ് ഒരു സ്ത്രീ അവൾക്ക് ജീവിക്കാനുള്ള അവകാശം ഇസ്ലാമിലുണ്ട് എന്നുള്ള അവരവകാശം എത്രമാത്രം മൂല്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതാണ്. പിന്നീട് അവിടുന്ന് പറയുന്ന അവകാശം ആത്മീയമായ അവകാശം. അതായത് സ്ത്രീക്കും പുരുഷനും ഇസ്ലാമിൽ നിർവഹിക്കേണ്ടതായ ആത്മീയമായ ഒരുപാട് ധർമ്മങ്ങളുണ്ട്.
എന്നാൽ അതവരുടെ സ്വഭാവത്തെയും പ്രകൃതിയെയും അനുസരിച്ചാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. സ്ത്രീകൾക്ക് അവളുടെ പ്രകൃതി അനുസരിച്ച് ഒരുപാട് ഇളവുകൾ ഇസ്ലാം നൽകുന്നുണ്ട്. എന്നാൽ ഈ ഒരു ലോകത്തെ ജീവിതം അവസാനിച്ച് പാരിത്ര്യ ലോകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസം അവിടെ പ്രഖ്യാപിക്കുന്നില്ല. നന്മ ആര് ചെയ്യുന്നോ അവർക്ക് സ്വർഗമുണ്ട് എന്നാണ് ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്ത്രീക്ക് ആത്മീയമായിട്ടുള്ള അവകാശമുണ്ട് എന്നുള്ളത്. പിന്നീട് അവിടുന്ന് പ്രഖ്യാപിച്ച ഒരു അവകാശമാണ് സാമ്പത്തിക അവകാശം. 1850 ന്യൂയോർക്കിലെ സ്ത്രീകൾക്ക് അനന്തരാവകാശത്തിനുള്ള അർഹത ലഭിച്ചത്. 1900 അടുക്കുമ്പോഴാണ് ബ്രിട്ടനിലെ സ്ത്രീകൾക്ക് സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശം ലഭിച്ചത്. എന്നാൽ 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്ത്രീക്ക് സ്വത്ത് കൈവശം വെക്കാനും അനന്തരാവകാശത്തിനും വിവാഹ മൂല്യത്തിനുമുള്ള അവകാശം അവിടുന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ അനന്തരാവകാശത്തിൻ്റെ തോതിൽ സ്ത്രീക്കും പുരുഷനും അവരുടെ കടബാധ്യത അനുസരിച്ച് ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ആ ഒരു അവകാശം ഇസ്ലാം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് അവിടുന്ന് പറയുന്ന പ്രഖ്യാപിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അതായത് ഒരു സ്ത്രീക്ക് വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം. ഇസ്ലാമിൻ്റെ ചട്ടക്കൂടുകൾ അനുസരിച്ച് അവൾക്ക് എത്രയും വിദ്യാഭ്യസിക്കാം എന്നുള്ളത് ഇസ്ലാം അവിടുന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നൊരു അവകാശം അവളുടെ അഭിമാന സംരക്ഷണത്തിനുള്ള അവകാശമാണ്. ഒരു സ്ത്രീ അവളുടെ വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും അവളുടെ അഭിമാനത്തിന് വളരെയേറെ ആദരവ് ഇസ്ലാം നൽകുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ അവളുടെ വീടിനകത്താണെങ്കിൽ ഒരുത്തൻ അവളുടെ അഭിമാനത്തിൽ കൈ കടത്താൻ ശ്രമിച്ചാൽ, അതിനെതിരെ അവൾ ആക്രമിച്ചാൽ അവൾക്ക് സ്ത്രീയിലൊരു ശിക്ഷയുമില്ല, ഇസ്ലാമിലൊരു ശിക്ഷയുമില്ല എന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി അവൾ പുറത്താണെങ്കിൽ, വീടിന് പുറത്താണെങ്കിൽ പുരുഷന്മാരോട് അവളെ നോക്കരുത് എന്നാണ് ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. ഒരു സ്ത്രീയെ വ്യഭിചരിക്കുന്നവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാം പറയുന്നുണ്ട്. ഇനി ഒരു സ്ത്രീയെ ഒരുത്തൻ വ്യഭിചാര ആരോപണം നടത്തിയാൽ അവനെ ചാട്ടവാർ കൊണ്ട് അടിക്കണമെന്നും ഇസ്ലാം പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകും ഇസ്ലാം സ്ത്രീകൾക്ക് എത്രമാത്രം അവകാശങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെ. സ്ത്രീകൾക്ക് ഇസ്ലാം ഒരുപാട് അവകാശങ്ങൾ നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വിദ്യാഭ്യാസമായാലും തൊഴിലായാലും വേറെ ഏത് മേഖലയാണെങ്കിലും ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് പ്രായോഗികമാക്കേണ്ടത് എന്നൊരു മാനദണ്ഡം കൂടി ഇസ്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് അതിനുള്ള വസ്ത്രവിധാരണ അവിടെ നിന്ന് ചെയ്തുകൊണ്ടാവണം ഓരോ സ്ത്രീയും അവിടെ നിന്ന് ജോലിക്കാണെങ്കിലും മറ്റു വിഷയങ്ങളിലേക്കാണെങ്കിലും ഇറങ്ങി ഒരു ജോലി ചെയ്യേണ്ടത്. അത് ഇസ്ലാമിൻ്റെ ഒരു വേഷവിധാനങ്ങളുണ്ട്. ആ വേഷവിധാനങ്ങൾ ധരിച്ചു കൊണ്ടാവണം. എന്നാൽ ആ വേഷവിധാനങ്ങളെ പലരും ഇന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇസ്ലാം മാത്രമല്ല കന്യാസ്ത്രീകളിൽ നിന്നുള്ളൊരു വിഭാഗം, കന്യാസ്ത്രീകൾ ക്രിസ്ത്യാനികളിൽ നിന്നുള്ളൊരു വിഭാഗമാണ്. ആ വിഭാഗവും ഇതുപോലെ തലമറച്ച് ശരീരം മൊത്തം മറച്ചിട്ടുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. അപ്പോഴും ആളുകൾ അവരെ പരാമർശിക്കുന്നത് വിശുദ്ധകൾ എന്നൊരു പ്രയോഗമാണ് അവരെ പ്രയോഗിക്കുന്നത്. ഇസ്ലാമിലെ സ്ത്രീകൾ വരുമ്പോൾ അവർ സമത്വമില്ല, സ്വാതന്ത്ര്യമില്ല എന്ന് ചാപ്പ് കുത്തുന്നൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ തീർത്തും ഇത് രണ്ടും ഇരട്ടത്താപ്പാണ്. ഒന്ന് കന്യാസ്ത്രീകൾക്ക് അത് അവർ വിശുദ്ധ, ഇസ്ലാമിലെ സ്ത്രീകൾ അത് ഒരു വിമർശനം. അങ്ങനെ ഇസ്ലാമിനെ നിരന്തരം വിമർശിക്കുക എന്നുള്ളത് ചില ആളുകളുടെ, അവർക്ക് വേറെ ജോലിയൊന്നുമില്ല, കമൻറ്റിൽ പോയിട്ട് ഇനിയും ഇസ്ലാമിലാണോ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വളരെ വിചിത്രമായി ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു പണ്ഡിതൻ
ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കുറച്ചു കാലം അവർ വണ്ടി എടുത്ത് ഇങ്ങനെ പോകും. പിന്നെ അതിങ്ങനെ കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വരും. അതിനു വേണ്ടി കുറച്ച് ആളുകൾ യൂട്യൂബ് ചാനലും തുറന്നു വെച്ച് അങ്ങനെ ജീവിക്കുന്നൊരു കാലഘട്ടമാണിത്. എല്ലാ കാലത്തും സ്ത്രീയെ ഒരു വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ഇപ്പോൾ കമ്പോളത്തിൽ ഞാൻ പറഞ്ഞു വെച്ച പോലെ തന്നെ ഒരു സെയിൽസ് ഗേൾ, ആ ഗേളിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഒരാൾ കസ്റ്റമർ ഉള്ളിലേക്ക് വരണം. ഹെയർ ഹോസ്റ്റസായി നല്ലൊരു സാലറി കിട്ടുന്ന ജോലിയാണ് ഹെയർ ഹോസ്റ്റസ് എന്നുള്ളത്. അപ്പോൾ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കൊണ്ടുവരുമ്പോൾ ആ സ്ത്രീക്ക് അതിൻ്റെതായ ഒരു വേഷവിധാനം കൊടുത്താൽ, ഇസ്ലാമികമായൊരു വേഷവിധാനം കൊടുത്താൽ ഇസ്ലാം അതിനെ നിഷേധിക്കുന്നില്ല. ഇസ്ലാം അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, ഇസ്ലാമിൻ്റെ വസ്ത്രധാരണ ഉണ്ട്. ആ വസ്ത്രധാരണയിൽ നിന്നുകൊണ്ടായിരിക്കണം ഓരോ സ്ത്രീകളും ജോലി ചെയ്യേണ്ടത്, വിദ്യ അഭ്യസിക്കേണ്ടത്. വിദ്യാഭ്യാസത്തിൻ്റെ വിഷയം പറയുമ്പോൾ മതപരമായ വിദ്യാഭ്യാസം നിർബന്ധമാണ്. അതുപോലെ തൊഴിലിന് വേണ്ടിയിട്ടൊക്കെ വിദ്യ അഭ്യസിക്കാം, പക്ഷേ അത് ഇസ്ലാമിൻ്റെ മാനദണ്ഡത്തിൽ നിന്നായിരിക്കണം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം, ഇസ്ലാം എന്നുള്ളത് ഒരു സ്ത്രീ വിരോധ മതമല്ല, സ്ത്രീകൾക്ക് പ്രത്യേകമായി പരിഗണന കൊടുക്കുന്നൊരു മതമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഇനി ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് തൻ്റെ ഉമ്മയാണ്, പിന്നെയും ഉമ്മ, പിന്നെയാണ് വാപ്പയിലേക്ക് പോയത്. ഒരു ഉമ്മയുടെ സ്ഥാനമാണ് സ്ത്രീക്ക് ഓരോ മുസ്ലിമും നൽകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വഅഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.